കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിച്ച് വരണമല്ലോ. ചീഞ്ച് വരുന്ന കണ്ടോ ചേമ്പിന് നല്ല പാലിൻ്റെ കളറാവും. അപ്പോൾ നമ്മുടെ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തേങ്ങ ഒരു ഇടത്തരം വേവാകുമ്പം നമുക്ക് ഈ തേങ്ങ അരച്ചത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ഒത്തിരി അരച്ചെടുത്തിട്ടില്ല. ഉപ്പ് പാകമാണോ നോക്കണമല്ലോ, തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പം ഉപ്പ് പാകമാണോ നോക്കണം, ഇനി പോകാനും നോക്കണം. ഉപ്പ് കറക്റ്റാണ്. ഈ ഒരു പാകമായ നമുക്ക് വിളമ്പാം. ഇത്രയും മതി, ഒത്തിരി തിളച്ച് വേണ്ട, ഒത്തിരി തിളച്ച് പോവണ്ട. ഈ ഒരു പാകത്തിന് എടുക്കണം, ഒത്തിരി ഉടഞ്ഞു പോകരുത്. ഇപ്പം നമ്മുടെ ചേമ്പും പുഴുക്ക് റെഡിയായി. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ചേമ്പിൻ പുഴുക്ക്.
നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. കാട ഓരോന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തൂവലൊക്കെ അതിൻ്റെ ഇടയിൽ പോയിട്ട് കിടക്കും. പിന്നെ കുക്ക് ചെയ്ത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. പിന്നെ കാടക്കറി എന്ന് പറഞ്ഞാൽ നല്ല പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ്. നമ്മളെപ്പോഴും വെക്കാറില്ല. നന്നായി വൃത്തിയാക്കി എടുക്കണം. കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പെരുംജീരകം, ഇതാണ് ഇപ്പം നമ്മൾക്ക് ആവശ്യം. ഇത് ഒരു ലൈറ്റായിട്ട് വറുത്തെടുക്കണം. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം. മുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നു. 1 ടീസ്പൂൺ മതി. എന്തെന്ന് വെച്ചാൽ നമുക്കിതിൽ കൂടുതലും വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഗരം മസാല 1 ടീസ്പൂൺ മതി. മല്ലിപ്പൊടി 3 ടീസ്പൂണ്. കുരുമുളക് പൊടി 2 ടീസ്പൂണ്. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സ്മെല്ല് തന്നെ വ്യത്യാസം വരും. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് നമ്മൾ സാമ്പാറിനും ഒക്കെ വറുത്തരച്ചെടുക്കുന്ന പോലെ വേണ്ട. ചട്ടിക്ക് നല്ല കനമുള്ളത് കൊണ്ട് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുവാണേ. കടയിലേക്ക് വേണ്ട മസാലയെല്ലാം വറുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതിൽ ഉള്ളി തക്കാളിയൊക്കെ വേണമല്ലോ, അതിപ്പോൾ റെഡിയാക്കുവാണേ. പീസായിട്ട് അരിഞ്ഞെടുക്കണം. തക്കാളി ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഒത്തിരി തക്കാളി പുളി വേണ്ട കാടയ്ക്ക്. എണ്ണ ഇച്ചിരി കൂടുതൽ വേണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വൃത്തമായിട്ട് ഉലുവ ഒരു 2-3 ഉലുവ മതി, ഒത്തിരി വേണ്ട. ഉലുവ ഇടുവാണേ. ഉലുവ ഒന്ന് ചൂടാക്കി ഇട്ടിട്ട് പൊട്ടേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഉള്ളി നന്നായിട്ട് വതങ്ങി കിട്ടണം. എന്നാൽ കൊച്ചുള്ളി നമ്മൾ ചതച്ചെടുക്കുന്നതുകൊണ്ട് ഞാനിതിനകത്ത് സവാള ഒരെണ്ണം ഇടുന്നുള്ളൂ. ഒരു 10-8 കൊച്ചുള്ളി, നമുക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കണം. ചതച്ചെടുക്കുകയല്ല, നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളമില്ലാതെ അരച്ചെടുക്കാം. ഉള്ളി നല്ലപോലെ വതങ്ങി കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ കാടയുടെ രുചി ഉണ്ടാവുക. നമുക്ക് കാടയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ട് തക്കാളി ഇടാൻ പോവുകയാണേ. ചൂടാക്കി എടുക്കുക. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും, കൊച്ചുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി. വെളുത്തുള്ളി ഒരു 6-7 അല്ലി മതി. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളമില്ലാതെ അരച്ചെടുത്തേക്കുവാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് കാടയിൽ പുരട്ടി നേരത്തെ എടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് കാട ഇടാം. കാട നല്ല ദശയുള്ള കാടയാണെങ്കിൽ നമുക്ക് ഇടയിലൊന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ വെക്കുമ്പം വരഞ്ഞു കൊടുക്കില്ല, അതുപോലെ വരഞ്ഞു കൊടുക്കാം, നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലിനി വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത്. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, പൊടി നമുക്ക് ഇടാം. ഇനി ഒരു സാധനം കൂടി ഇടാനുണ്ട്, മഞ്ഞൾപ്പൊടി. നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇനി പെട്ടെന്ന് വെള്ളം ഒഴിക്കരുത്, ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ആവുന്ന ആ എണ്ണയിലൊന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മളിപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടല്ലോ, അതിൻ്റെ ആ പച്ചമണം മാറണം. അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. എരിവ് ഇനി വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് ഇച്ചിരി വറ്റി വരണം. അന്നേരം അപ്പോൾ നമ്മുടെ കാടക്കറി ആയോ നോക്കാം. ഈ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഗ്രേവി ആയി അങ്ങ് എടുക്കുവാണ്. കാണാം.